ഫ്രണ്ട്സിന്റെ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ അല്ല, ഇതൊരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് പറ്റിയൊരു അടിപൊളി ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ സോങ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിലും നമുക്ക് എങ്ങനെ പേരുപയോഗിച്ച് നമുക്ക് സോങ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് വരുമ്പോഴും പിന്നെ വീട്ടിൽ ആരുടെങ്കിലും ബർത്ത്ഡേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഈ സോങ് ഉപയോഗിച്ച് അവരെ നെറ്റിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ എന്ന് ലഭിച്ച് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊന്ന് ക്രോം ഓപ്പൺ ചെയ്യണം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ചിൽ എന്താ കൊടുക്കേണ്ടത്, വൺ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുക്കണം. അപ്പം ആദ്യം വന്നിട്ടുണ്ട്, ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പേജിലേക്ക് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും വൺ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രീ സോങ് എന്നൊരു പേജിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് യുവർ നെയിം എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആരെ പേരിലാണോ സോങ് അടിക്കുന്നത്, സോങ് വേണ്ടത് അവരെ പേര് നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് സെർച്ച് കൊടുത്തു. നമുക്ക് അവിടെ കാണാൻ സാധിക്കും സെർച്ച് കൊടുത്തതിന് ശേഷം അത് ലോഡായി വന്നു. അപ്പോൾ നമുക്കിത് നമ്മളെ പേര് അവിടെ കാണാൻ സാധിക്കും, ബ്ലൂ ആയിട്ട് യെല്ലോ കളറിൽ. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ നമ്മളെ സോങ് വന്നു. എന്നിട്ട് നമുക്ക് പ്ലേ ബർത്ത്ഡേ സോങ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ എന്നിട്ട് അവിടെ പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ബർത്ത്ഡേൻ്റെ നമ്മളെ പേരിലുള്ള പാട്ട് കേൾക്കാൻ പറ്റും. ആഡ്സൊക്കെ വന്ന് അതൊന്ന് ക്ലോസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ സോങ് വന്ന് ഞാൻ അതൊന്ന് പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ, പ്ലേ ചെയ്യിപ്പിക്കും. സോങ് എന്ന് ആൻഡ്രോയിഡിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഡൗൺലോഡ് സോങ് എന്നാൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു NJHAH എന്ന സംഭവം ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. NJAH ഞാൻ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ക്ലിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഫയൽ ഇതാ ഡൗൺലോഡായി വരുന്നത് കാണാൻ സാധിക്കും. ഡൗൺലോഡിങ് ഫയൽ എന്നിട്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എൻ്റെ സോങ് ഡൗൺലോഡ് ആവുകയാണ്. ഇതുപോലെ കുറേ ആളെ എടുക്കും കേട്ടോ. ആരെ പേരിൽ വേണമെങ്കിൽ, സുഹൃത്തുക്കളുടെ ആരെ പേരിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എൻ്റെ സോങ് ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ കണ്ടന്റ് ഇതൊക്കെ തരുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അതിനുവേണ്ടി നിങ്ങൾ താഴെ പോയി ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവാനൊന്നും പോകുന്നില്ല. പക്ഷേ എനിക്ക് അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് പിന്നെയും നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ എന്ന് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ ടെക്നോളജി വീഡിയോയും ഇൻഫർമേഷൻ വീഡിയോയും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഫ്രണ്ട്സിന് എന്തായാലും യൂസ്ഫുൾ ആകുമ്പോൾ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രം പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.